എന്താ വിക്രം? വസുന്ധര ഡോക്ടറെ കണ്ടു. എന്തു പറഞ്ഞു? ഗോവയിൽ എന്ത് കളിയാ രണ്ടുപേരും കൂടി കളിച്ചെന്നാണോ? ആർ യു നോട്ട് സീരിയസ്? നീ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. നമുക്കിനി കല്യാണമായിട്ടില്ല. യമുന, നമുക്കൊരു തീരുമാനം എടുക്കണം. തീരുമാനം? കല്യാണം അത് അത്യാവശ്യം. ഇനി വൈകിക്കൂടാ. വിക്രം പ്ലീസ്, കല്യാണത്തെ പറ്റി എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിന് വേണ്ടി ഞാനിപ്പോൾ തയ്യാറാകണമെന്ന്. ഗോവ ഡാൻസ് ഫെസ്റ്റിവലിൽ ഞാനാണ് ഫസ്റ്റ് വന്നത്. ഇപ്പോൾ മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് വയ്ക്കാം. മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിന് ശേഷം വിവാഹം കഴിക്കാം. കുഞ്ഞിനെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. എനിക്കിത് വളരെ പ്രധാനം. നമ്മുടെ ആദ്യ സ്പർശത്തിലുണ്ടായ ഈ ജീവൻ, അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. തോന്നിയതുപോലൊക്കെ പ്രവർത്തിച്ചു അണ്ണ സഹായിക്കണമെന്ന് പറഞ്ഞാ ഞാനിനി എന്ത് ചെയ്യാനാ? ഞാൻ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. നമ്മൾ എന്ത് വിചാരിച്ചു, എന്തിനു വന്നു, എന്ത് നേടി, എന്ത് നേടാൻ പോകുന്നു, അതൊക്കെ വിട്ടിട്ട് ആ പെണ്ണിന്റെ സാരിത്തുമ്പി തൂങ്ങിയിടുന്ന എന്താ അർത്ഥം അതിന്? മതി അണ്ണ, സംഭവിച്ചു പോയി. ഒരബദ്ധം പറ്റിയതാ. അതെങ്ങനെ തിരുത്തണമെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തിയാലെങ്ങനെ? വേണ്ട, എന്നെ വിട്ടേരെ. എൻ്റെ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം. എന്തുവാടാ ഇത്? മുഴുവൻ നാട്ടുകാരെ നീ അറിയിച്ചോ? ഞാനൊന്നും അറിഞ്ഞതല്ല, സുബ്ബയ്യയാ. അതും ഒരു നല്ലതിന് വേണ്ടി തന്നെയാ. എന്തൊക്കെയോ കേട്ടു എന്ന് ഞാനതൊന്നും വിശ്വസിച്ചില്ല. നിനക്കൊരു വിധിയുണ്ട്, ഇങ്ങനെ ജീവിക്കണമെന്നൊരു നിയോഗമുണ്ട്. സുബിയണ്ണ എന്തെല്ലാമോ പറഞ്ഞു. സുബിയണ്ണ! അയ്യോ, പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു നീ യമുനെ കുടുംബം നടത്താണെന്ന്. പൂച്ചക്കുട്ടി പോലെ നീ അവളുടെ കാൽ ചവിട്ടി കിടക്കാന്ന്. പാട്ടിൽ കൂടി നിനക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ ഒന്നുകൂടി അയാൾ പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആട്ടക്കാരി യമുന ഗർഭിണിയാണെന്ന്. അപ്പോ സത്യമാണല്ലേ? എന്താ നിനക്ക് തല കുനിക്കാൻ അറിയല്ലേ? എന്തിനെങ്ങനെയൊക്കെ ചെയ്തേ? അവര് ചോദിച്ച ഞാൻ എന്താ പറയണ്ടേ? ചുമ്മാ ഇരിക്കുമല്ലേ. എന്താ വിക്രം ഇത്? ഇങ്ങനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയെന്ന് നീയൊന്നും സൂചിപ്പിച്ചു പോലുമില്ലല്ലോ. വള്ളിയുടെയും പാണ്ഡ്യൻ മാമയുടെയും നിർബന്ധത്തിനാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്താ വിക്രം ഇത്? ആർക്ക് വേണ്ടി ആര് നടത്തുന്ന നാടകം ഇതൊക്കെ? എന്നായാലും നടക്കേണ്ടതല്ലേ ഈ കല്യാണം? അതിപ്പോ നടന്നു, അത്ര തന്നെ. എന്നെങ്കിലും ഒരിക്കൽ ചാവേണ്ടതല്ലേ? സോ ഇപ്പൊ തന്നെ വിഷം കഴിച്ചിട്ട് രണ്ടുപേരും ചാവണമെന്നാ? യമുന പ്ലീസ്. വിക്രം പ്ലീസ്, എനിക്ക് ആ മലേഷ്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഒത്തിരി മുഖ്യമാണ്. പ്ലീസ് 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 പ്ലീസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാളക്കുട്ടിനെ പോലെ ഒത്തിരി പിള്ളേരെ ഞാൻ പ്രസവിച്ചു തരാം. പൊയ്ക്കോട്ടെടാ. എൻ്റെ ഐഡന്റിറ്റി കളഞ്ഞിട്ട് എന്നെ അടുക്കളയിൽ തളച്ചിടാന്നാണല്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അത്രയല്ലേ? ശരി, ഞാൻ ഡാൻസ് ചെയ്യുന്നവരെ നിങ്ങൾ പാടാൻ പാടില്ല.
ഇതെന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഞാൻ നിന്നോട് ഒരിക്കലും ഡാൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുട്ടിയെ പ്രസവിച്ച് ഞാനും എപ്പോഴും പാടണ്ടെന്ന് പറഞ്ഞില്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ച് താരാട്ടി പാലൂട്ടി വളർന്നു കഴിയുമ്പോൾ പാടിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് പാടാതിരിക്കാൻ പറ്റൂ ഇല്ലയോ എന്ന് അറിയട്ടെ. ഞാൻ പാടാതിരുന്നാലേ നമുക്ക് ഈ കുട്ടിയെ കിട്ടൂന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ വേദി പാടാതിരിക്കാം. മഹാഗണപതി. എന്താ വെള്ളം എടുത്തോണ്ട് വരികയാണോ? എന്താ കാര്യം പറ. ഒന്നുമില്ല. യമുനയ്ക്ക് മലേഷ്യന്ന് ഡാൻസ് പ്രോഗ്രാമിന് കോൺട്രാക്ട് അയച്ചു തന്നിരിക്കുക. ഇതവളെ കാണിച്ചു എന്ന് വെച്ചോ. വീണ്ടും വേതാളം മുരിങ്ങമരത്തെ കയറും, പിന്നെ ഇറക്കാൻ പാടായിരിക്കും. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കൊടുത്തേക്കട്ടെ. അയ്യോ, എന്താ കാണിക്കുന്നേ? ഗർഭിണി സ്ത്രീയെ പോലെയാണ് ഈ പെരുമാറുന്നത്. വാ വാ ഇങ്ങോട്ട്. ഇരിക്ക്. എന്താ കാണിക്കുന്നേ? കുറച്ച് നാളത്തേക്കെങ്കിലും ഡാൻസ് നിർത്തിക്കൂടെ? അയ്യോ, ഇത് ഡാൻസ് അല്ല, ഗർഭിണി പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്സസൈസ്. എനിക്കറിയല്ല. എന്നാ കുടിക്കേ. വേണ്ട വിളി, എനിക്ക് ഒരുമാതിരി. കുറച്ചെങ്കിലും ഒന്ന് കുടിക്കേ. വോമിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യുന്ന വെച്ച് ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് സ്ട്രോങ് ആയിരിക്കണ്ടേ? കുടിക്കേ. കുടിക്കേ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കുടിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ക്ഷമിക്കേ എന്നോട്. എന്തോ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും ഈ വയറ്റിലൊരു കുഞ്ഞുണ്ടായില്ലെന്ന് വെച്ച് ഞാൻ അല്പം സ്വാതന്ത്ര്യം കാണിച്ചതാ. ജനിക്കാൻ പോകുന്ന രാജകുമാരനോ രാജകുമാരിയോ ഇല്ല ഇരട്ടയോ അതെന്റെ വംശവിളക്കാവണമെന്ന് കരുതി അതാ ഒരു അത്യാഗ്രഹിയെ പോലെ ഞാൻ പെരുമാറിയത്. ക്ഷമിക്ക എന്നോട്. നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ഒരു വസന്തകാല ഭാവിയെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. മാതാപിതാക്കളുടെ ആരുടെയും പേരിട്ടാ പോരേ. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊന്നും പേര് വെക്കാൻ പറ്റില്ല. വെച്ച നക്ഷത്രം നോക്കി തന്നെ വെക്കണം. കായിലോ പായിലോ പേര് വെക്കണം. കായിൽ തുടങ്ങിയ കല്യാണി, കൽപ്പന, കാർത്യായനി, കലാരഞ്ജനി, കനകാംഗി, കാവേരി, കാവ്യ എന്നൊക്കെ പേര് വെക്കണം. പായിൽ തുടങ്ങിയ പത്മ, പാർവതി, പങ്കജാക്ഷി, പത്മാവതി, പരമേശ്വരി, പരിമളം, പല്ലവി, പാഞ്ചാലി എന്നൊക്കെ പേര് വെക്കണം. എനിക്കൊന്നും മനസ്സിലായടാ. നിനക്ക് ലോട്ടറി വിൽപ്പനയാ നല്ലത്. വരൂ. നമസ്കാരം. ഹലോ, സുഖാണോ? അയ്യോ, I'm fine. Please come. ബേബി. She's fine. എനിക്ക് സുഖാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ സദ്യ ഗംഭീരായിരിക്കണം, പിന്നെ എല്ലായിടത്തും ഒരു കണ്ണുണ്ടാവണം. ഇന്നാ കൊണ്ടുപോയി നന്നായിട്ട് ഒരുക്കുവാ. മലേഷ്യൻ ഫെസ്റ്റിൽ പങ്കെടുക്കാമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ. പിന്നെ സംസാരിക്കാം. പ്രോബബ്ലി നീ ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയേനെ. എനിവേ, അതൊക്കെ പോട്ടെ. ഇതൊരു നല്ല ജീവിതം തന്നെ. ഹസ്ബൻഡ്, കുട്ടി. ഇല്ല സർ, ഞാൻ സെലക്ട് ആകാതെ പോയ നിലയ്ക്ക് ആ ഫെസ്റ്റിവൽ ഞാൻ വലുതായി കാണുന്നില്ല. എന്തായി പറയുന്നേ? നീ സെലക്ട് ആയി യമുനെ. ഞാനല്ലേ നിനക്ക് സൈൻ ചെയ്ത് കോൺട്രാക്ട് അയച്ചത്. നീ അതിന് മറുപടി അയച്ചില്ല. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞ് നീ സെറ്റിലായെന്ന്. ഇതിലെൻ്റെ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ നീയും മറ്റു പെണ്ണുങ്ങളെ പോലെ കല്യാണം, ഫാമിലി അങ്ങനെ ആയിപ്പോയി. ദാറ്റ് വാസ് മോർ സർപ്രൈസിങ് ഫോർ മീ. ട്രൈ ടു ജോയിൻ us നെക്സ്റ്റ് ഇയർ. യമുന, എന്തു പറ്റി? ഹേയ്, മോളെ ഞാനൊക്കെ അയ്യോ അകത്ത് പോയിരിക്കും, വഴിയിൽ നിന്ന് കളിക്കാതെ. എന്താ ആന്ന് വാ തുറന്നൊന്ന് പാടുന്നു. കൊച്ചു പിള്ളേർ വാശി പിടിക്കുന്ന പോലെ എത്ര നാളിങ്ങനെ പാടാതിരിക്കാന്നാ? സ്റ്റേജ് പാടില്ലെങ്കിൽ വേണ്ട. ഈ നല്ല ദിവസം പ്രമാണിച്ച് എന്തെങ്കിലും പാടിക്കൂടെ? വേണ്ടണ്ണ, പറഞ്ഞ വാക്ക് തന്നെ. ഇപ്പം മൂക്ക് 3 മാസമായി. ഇനി 6-7 മാസം കൂടെ മതി. അത് കഴിഞ്ഞാ കുഞ്ഞിനെ വള്ളി നോക്കിക്കോളും. യമുന അപ്പോഴത്തേക്കും ഡാൻസ് ആരംഭിക്കും, ഞാൻ പാടാനും തുടങ്ങും. എന്തോന്ന് വലിയ ഭീഷ്മ ശപഥം. കുഞ്ഞ് കരയുന്ന കേട്ടില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടുക. ഏയ്, ഞാൻ പാടണോ മോളെ? ഞാൻ പാടട്ടെ. പാടണ മോളെ. ഓ അമ്മേ അരികിൽ വാ വാ, ചക്കരമുത്തം താത്ത, കൈകളിൽ ഇങ്ങനെ താരാട്ട്, കൺമണി വളരാൻ ചോറൂട്ട്, അമ്മേ അരികിൽ വാ വാ. യമുന, എന്താ ഇത്? കുഞ്ഞ് കരയുന്നൊന്നും കാണുന്നില്ലേ? ഇങ്ങതാ. വള്ളി, കരയില്ലേടാ. എന്താ യമുന? പാട്ടാണോ? ഇത് പാട്ടോ? താലോലിച്ചതല്ലേ?
ഇനി എന്തൊക്കെ ചതി ഇവിടെ നടക്കുന്നത്? ചതിയോ? എന്ത് ചതി? എന്ത് കണ്ടീഷനിലാണ് നമ്മുടെ കല്യാണം നടന്നത്? വാ, ഇപ്പൊ എന്ത് നടന്നു യമുന ഈ പറയുന്നത്? എന്ത് നടന്നില്ല? എന്റെ ശവദാഹം ഒഴികെ എന്നെ നിങ്ങൾ കമ്പൽ ചെയ്തല്ലേ കല്യാണം കഴിച്ചത്? പ്രേമിച്ച കല്യാണത്തിലല്ലേ അവസാനിക്ക? ശരി, ഞാൻ വിഷയത്തിലേക്ക് നേരെ വരാം. ഇങ്ങോട്ട് നോക്കൂ. മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിൽ ഞാൻ ചേരുന്നില്ല. കുഞ്ഞിനെ പ്രസവിച്ചോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, വീണ്ടും നീ സ്റ്റേജിൽ കയറുന്നവരെ ഞാൻ പാടുന്നില്ലെന്നായിരുന്നല്ലോ ഞാൻ പ്രോമിസ്. നിങ്ങളുടെ ത്യാഗത്തെ പറ്റി പറയാൻ വന്നതല്ല, നിങ്ങളുടെ സംശയ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു വരും. യമുന, മതി. എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്തിനാണ് മലേഷ്യയിൽ നിന്ന് വന്ന കോൺട്രാക്ട് എന്നിൽ നിന്ന് മറച്ചത്? കോൺട്രാക്റ്റോ? ഞാനോ? ഏത് കോൺട്രാക്ട്? മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത്. അതിനുശേഷം എന്നിൽ വിശ്വാസമില്ലഞ്ഞിട്ടല്ല ഞാൻ സെലക്ട് ആയ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ഞാൻ എന്താ അത്ര കഠിന മനസ്സുള്ളവളാണോ 3 മാസത്തിന് ശേഷവും അബോർഷൻ ചെയ്തിട്ട് മലേഷ്യയിലേക്ക് പറക്കാൻ? യമുന, യമുന, എനിക്കറിയില്ല. യമുന, എനിക്ക് സത്യമായിട്ട് അറിയില്ല. എൻ്റെ അടുത്ത വിക്രമ, നിർത്ത് മോളെ. നല്ലൊരു ദിവസമായിട്ട് വഴക്കിന് കാരണം ഉണ്ടാക്കുക. ഇനി അരമണിക്കൂറിനുള്ളിൽ പേരിടണം. വാ മോളെ, വാ. നിങ്ങളെല്ലാം ചേർന്നിട്ടല്ലേ ഈ ചതിപ്പണി ചെയ്തു വെച്ചത്? ഇനി എന്തൊക്കെ മറച്ചു വെച്ചിട്ടാ വീട്ടിലെ വേലക്കാരി എന്നെ തളച്ചിടാൻ പോകുന്നത്? നോക്കുമോളെ, വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. എന്തായാലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാലോ. വാ. എപ്പോ എവിടെ വെച്ച് പറയാമെന്ന്? നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ലെന്നറിയാം. ഞാൻ കുഞ്ഞിനെ വേണ്ടെന്ന് തീരുമാനിച്ചതാ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കാമായിരുന്നില്ലേ? അതല്ല, നിങ്ങളുടെ വംശത്തിലെ കുട്ടി ഇവിടെ ഓടി നടക്കണം. അതിന് നിങ്ങളുടെ ഭാര്യ മലടിയായതിന് ഞാൻ ബലിയാടാവണോ? എന്താ ഇത്? നമ്മുടെ കുഞ്ഞ് വേണ്ട, എല്ലാത്തിനും ഞാനാ കാരണം. നിങ്ങളുടെ സമാധാനമൊന്നും എനിക്ക് ആവശ്യമില്ല. മാമ, യമുന, മാമനെ തിരിച്ചു വിളിക്കേ. തിരിച്ചു വിളിച്ച് കാല് വീണ് മാപ്പി വയ്ക്കാൻ. നിന്നോട് മാമനോട് 4 പേരെ മുമ്പ് വെച്ച് എന്ത് വൃത്തികേട് വർത്തമാനം? മാമൻ എന്ത് ഇങ്ങനെ വർത്തമാനം പറയാൻ? അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം നിങ്ങൾക്ക് എന്തറിയാം എന്റെ ലൈഫിനെ പറ്റി? പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അത്ര മോശമാണോ? ശരി ശരി. Bloody male chauvinist. യമുന,